എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 2 പഠിച്ച ബേസിക് സ്റ്റിച്ചുകൾ ഉപയോഗിച്ചുള്ള ഒരു ഡിസൈനാണ്. അതിനുവേണ്ടി ഞാനൊരു സിമ്പിളായ ഒരു ഡിസൈനാണ് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും വരയ്ക്കാൻ പറ്റും. വളരെ സിമ്പിളായൊരു ഡിസൈനാണ്. ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു, എനിക്ക് ഡിസൈനൊന്നും വരയ്ക്കാൻ അറിയില്ല എന്ന്. എനിക്കും വല്ലാണ്ടൊന്നും വരയ്ക്കാൻ അറിയില്ല. എനിക്കറിയാവുന്ന പോലെ വരയ്ക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു ലീഫും വരയ്ക്കുന്നുണ്ട്. ഒരു 2-3 ലീഫും വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നിങ്ങൾക്ക് വരയ്ക്കാം. നന്നായി വരയ്ക്കാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല നല്ല ഡിസൈനുകൾ വരച്ചിട്ട് ഇതുപോലത്തെ സ്റ്റിച്ച് ഇട്ടാൽ മതി. നല്ല രസമായിരിക്കും കാണാൻ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അങ്ങനെ ഡിസൈനുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു കമൻറ്റ് കണ്ടിരുന്നു, നമ്പറിൽ സെറ്റ് ചെയ്യുന്നത് മെഷീൻ്റെ നമ്പറുകൾ സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറഞ്ഞിരുന്നു. അത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, മെഷീനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഒന്നും കൂടി കാണിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് 5 നമ്പറിലാണ് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ അതിനൊന്ന് അങ്ങോട്ട് ആ കമ്പിനൊന്ന് പൊക്കിയാൽ മതി. അപ്പോൾ അത് 5 നമ്പറിൽ വന്ന് നിൽക്കും. അല്ലെങ്കിൽ കാലം കൊണ്ട് നീക്കിയാലും മതി താഴെ. എന്നിട്ട് താഴത്തെ ആ സാധനം ഇതിനൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. അത് 5 നമ്പറിൽ നിന്നോളും. പിന്നെ ഇപ്പോൾ നമുക്ക് 5 നമ്പറിൽ വേണ്ട, ഇനി ലൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊന്ന് ഇങ്ങോട്ട് ബാക്കിലോട്ട് തിരിച്ച് അത് ലൂസായി 0ലേക്ക് വരും. പിന്നെ നമുക്ക് വേറെ 2ഓ 3ഓ ഏത് നമ്പർ വേണമെങ്കിൽ പിന്നെയും സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നീക്കി പിടിച്ചിട്ട് താഴെ ഒന്ന് ടൈറ്റ് ചെയ്താൽ മതി. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും 3 നമ്പറിൽ നിന്നോളും. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് ചെയ്യേണ്ടത്. പിന്നെ പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമ്മൾ കാലം കൊണ്ട് നീക്കി തന്നെ പിടിക്കാൻ പറ്റും. പഠിക്കുമ്പോൾ ഇപ്പോൾ അതിന് ബുദ്ധിമുട്ടാവുന്നതിനാണ് സെറ്റ് ചെയ്ത് ചെയ്യാൻ പറയുന്നത്. ഇങ്ങനെ ലൂസ് ചെയ്ത് പിന്നെയും 0ലേക്ക് വരും. ഇനി ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. ഞാൻ ആദ്യം 0ൽ സെറ്റ് ചെയ്തിട്ട്, 0ൽ വെക്കുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0ൽ വന്ന് നിന്നോളും. 0ൽ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 5 നമ്പറിൽ 5 നമ്പറിൽ വെച്ചിട്ടാണ് പെറ്റൽസിൻ്റെ ചുറ്റും സ്റ്റിച്ചിടുന്നത്. നമ്മൾ ഫ്രെയിം മെല്ലെ മൂവ് ചെയ്യണം. ആ സ്റ്റിച്ച് ഇടുന്നതനുസരിച്ച് റിങ്ങിനെ മെല്ലെ നമ്മൾ മൂവ് ചെയ്യണം അങ്ങോട്ടും ഇങ്ങോട്ടും.
അങ്ങനെ എല്ലാ ഫ്ലവറും ഇട്ട് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ അതിന് നടുക്കൊരു യെല്ലോ കളറിലെ സിൽക്ക് ത്രെഡിൽ ആ ബാക്കിയുള്ള സ്ഥലം ഫില്ല് ചെയ്തിരുന്നു. അത് പക്ഷേ എനിക്കൊരു കോൾ വന്നതുകൊണ്ട് അത് ക്യാമറ ഓഫായിപ്പോയി. അത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഒന്നുമില്ല, ആ ബാക്കി ഗ്യാപ്പിൽ നമ്മൾ ഒരു 2 അല്ലെങ്കിൽ 3 നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ മതി. ഫുള്ളല്ല, ആ നടുക്കുള്ള ഒരു ചെറിയൊരു സർക്കിൾ പോലത്തെ സ്ഥലം അത് ബാക്കി വിടണം. അവിടെ വേറെ ത്രെഡിൽ സ്റ്റിച്ചിടാം. അതുപോലെ തന്നെ എല്ലാ ഫ്ലവറിൻ്റെ നടുക്കും ചെയ്തെടുക്കണം. ഇനി അടുത്തതായിട്ട് അതിൻ്റെ നടുക്ക്, ആ ഫ്ലവറിൻ്റെ നടുക്ക് ഒരു സിൽവർ ജെറി ത്രെഡും കൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 0 വെച്ചിട്ട് ആ ഫ്ലവറിൻ്റെ ചുറ്റും ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്നുണ്ട്. 2 തവണ സ്റ്റിച്ച് ഇടുന്നുണ്ട് ഔട്ട്ലൈന്. അതൊക്കെ പക്ഷേ ക്യാമറയിൽ കാണുന്നില്ല, സിൽവർ കളർ ജെറി ത്രെഡ് ആയതുകൊണ്ട്. അങ്ങനെ എല്ലാ ഫ്ലവറിൻ്റെ നടുക്ക് റൗണ്ട് ഷേപ്പ് വരയ്ക്കണം. ഒരു 2 നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ഒന്ന് സർക്കിൾ പോലെ ഇട്ടാൽ മതി, റൗണ്ട് ഷേപ്പ് വന്നോളും. അത് കഴിഞ്ഞ് ചുറ്റും ഔട്ട്ലൈൻ കൊടുക്കണം. അങ്ങനെ ഫ്ലവറിൻ്റെ ഡിസൈൻ കഴിഞ്ഞു. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലീഫ് ആണ്. ഒരു ഗ്രീൻ കളറിലുള്ള സിൽക്ക് ത്രെഡ് എടുത്തിട്ടാണ് ഞാൻ ലീഫ് ചെയ്യുന്നത്. ആദ്യം 0 വെച്ചിട്ട് ആ ലീഫിൻ്റെ ചുറ്റും ഒരു ഔട്ട്ലൈൻ വരയ്ക്കണം. അത് കഴിഞ്ഞ് ഫുള്ള് നമ്മൾ ആ ലീഫിൻ്റെ അകത്തൊക്കെ റണ്ണിങ് സ്റ്റിച്ച് കൊണ്ട് ഫില്ല് ചെയ്യണം. ഒന്നുമില്ല, നമ്മൾ ഫ്രെയിം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ മതി, റിങ്ങിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കിയാൽ മതി, ഫുള്ള് അവിടെ റണ്ണിങ് സ്റ്റിച്ച് വന്നോളും. അത് കഴിഞ്ഞ് അതിൻ്റെ ചുറ്റും ഒരു 1 നമ്പറിൽ സെറ്റ് ചെയ്തിട്ടൊരു ഔട്ട്ലൈൻ കൊടുക്കണം ആ ലീഫിൻ്റെ ചുറ്റും. അടുത്തൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഫുള്ള് ഫില്ല് ചെയ്യണം അകത്ത്. അത് കഴിഞ്ഞ് 1 നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ഔട്ട്ലൈന് കൊടുത്താൽ മതി.
ഇത് ശരിക്കും ഗ്രീൻ ഒരു നല്ലൊരു ഗ്രീൻ കളറാണ്. പക്ഷേ ഈ വീഡിയോയിൽ ഒരു കളർ വ്യത്യാസം തോന്നുന്നുണ്ട്. അവസാനം ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇടാം. അതിലാണ് കറക്റ്റ് കളർ അറിയാൻ പറ്റുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ പൂക്കളൊക്കെ ചെയ്തിട്ട് നമ്മൾ ടോപ്പിൻ്റെ നെക്കിൻ്റെ ചുറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ ടോപ്പിൻ്റെ സ്ലീവ്സിന് ചെയ്യാം, അല്ലെങ്കിൽ നെക്കിൻ്റെ ഒരു സൈഡ് ഷോൾഡറിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അങ്ങനെ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ടോപ്പിന് വേണ്ടി ചെയ്തതല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒരു വേസ്റ്റ് തുണിയിൽ ചെയ്തതേ ഉള്ളൂ. അങ്ങനെ എല്ലാ ലീഫുകളും ഫില്ല് ചെയ്യണം. അങ്ങനെ ഡിസൈൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു. ശരിക്കുമുള്ള കളറ്, ത്രെഡിൻ്റെ കളർ ഇങ്ങനെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇട്ട് അറിയിക്കണം. താങ്ക് യു.